എനിക്കൊരു കുഴപ്പമുണ്ട്, കുറേ വർത്താനം പറഞ്ഞിട്ട് കുറച്ച് പാട്ട് പാടും, അല്ലെങ്കിൽ കുറേ ഒരു 40-നും 80-നും ഇടയിൽ പ്രായമുള്ള കൊച്ചു ബാക്കി വയസ്സായ ആൾക്കാർ ആരും വരണ്ട. എവിടെയായിരുന്നു നേരത്തെ ഈ ഒച്ചയൊക്കെ? ഒരാളെ തോപ്പിങ്ങനെ മുട്ടുകുത്തിയിരിക്കുന്നു. എൻ്റെ മേക്കിംഗ് സൈഡിൽ പോയോ? അത് നിങ്ങൾ ചുറ്റും നോക്കി എന്ത് രസമാണ്. ഇവിടെ ഒരു ഒച്ച ഒച്ച പ്രദേശം ഇപ്പൊ പോയ വെച്ച സമയമായിരിക്കും എന്റെ മുന്നേ. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. ചേർന്നുണ്ട് മലയാളികളുടെ സ്വന്തം, മലയാളത്തിന്റെ സ്വന്തം ഒരു ഗംഭീര കൈയടി കൊടുത്തുകൊണ്ട് ഞാൻ വേദിയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പടിഞ്ഞാറയാത്രയുടെ ഒരു മനസ്സ് നിറഞ്ഞ ഉള്ള നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് സുന്ദരിയായ അവതാരയ്ക്ക് നല്ലൊരു കൈയടി കൊടുത്ത് ഇത്ര നല്ല വാക്കുകൾ പറയുമ്പം അതൊരു വലിയ സന്തോഷം തന്നെ. ആദ്യം തന്നെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞനുജത്തി അനുജന്മാർക്കും നമസ്കാരം. ഒരൊറ്റ സങ്കടമുള്ളൂ, ഭയങ്കര ദൂരത്തിലായിപ്പോയി നമ്മൾ തമ്മിലുള്ള ഒരു ദൂരം, ഇത്ര ദൂരം വേണ്ട നമുക്കിടയിൽ. പക്ഷെ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ കുറച്ചുകൂടെ അടുത്തോട്ട് വരാം. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങളെ കുറച്ചുകൂടെ കാണാൻ പറ്റും. എന്താ പറയുക, യാക്കര ശ്രീ ഉച്ചി മാഹാളിയമ്മൻ ക്ഷേത്രം വളരെ ഫേമസ് ക്ഷേത്രമാണ്. എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ പൊങ്കൽ മഹോത്സവവും എന്താ പറയുക പ്രതിഷ്ഠയും ഒക്കെ നടക്കുന്ന ഒരു ഇത്രയും പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ എന്നെ ക്ഷണിച്ചതിന് ഒരുപാട് സന്തോഷം. ഒപ്പം ഇവിടെ വന്നപ്പോൾ തൊട്ട് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ആ പുറകിലുള്ള സംഘാടകരെ കാണുമ്പോൾ തന്നെ അറിയാം മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം ഉണ്ടെന്ന്. ആ മൊത്തം സ്നേഹം എടുത്ത് പടപടയെന്ന് കൈഡിയിൽ അറിയിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷം. താങ്ക് യു. അപ്പോൾ നമുക്ക് 10 മണി വരെയും ഇവിടെ സമയം അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കുള്ള സമയം കളയാതെ, എനിക്കൊരു കുഴപ്പമുണ്ട്, കുറേ വർത്താനം പറഞ്ഞിട്ട് കുറച്ച് പാട്ട് പാടും, അല്ലെങ്കിൽ കുറേ പാട്ട് പാടിയിട്ട് കുറച്ച് വർത്താനം പറഞ്ഞു. ഏത് വേണം? ശരി, എന്തായാലും തുടങ്ങിയേക്കാം. അങ്ങ് മുമ്പിൽ ഇരിക്കുന്നവരും അങ്ങ് പുറകെ ഇരിക്കുന്നവർക്കും തൊട്ട് വലിയൊരു നമസ്കാരം. അതുപോലെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന കുറേ പേരുണ്ടോയെന്ന് എഴുതി തന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം തീരുന്നതിന് മുമ്പ് അതും ഞാൻ പറഞ്ഞിരിക്കും. ഇത്രയും ഗംഭീരമായ സ്റ്റേജും നിങ്ങൾ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇതാ നമ്മൾ പ്രോഗ്രാമിലോട്ട് തുടങ്ങുകയാണ്. തണുത്തിരിക്കാറില്ലല്ലോ. ഞാനിങ്ങനെ ദൂരത്തിരിക്കുന്നവർക്ക് കുഴപ്പമില്ല, ഇരുട്ടൊക്കെ പിടിച്ച് നല്ല സുഖമായിട്ടിരിക്കുന്നോണ്ടാ. ഹലോ, ഒരു ഒച്ചയ്ക്ക് എടുത്ത് കേട്ടാ. ഇവിടെ ഒരു ഒച്ച മതി, ഇതൊക്കെ വേണ്ടതല്ലേ. നമ്മുടെ അമ്പലത്തിലെ ഉത്സവം ഏറ്റവും ഗംഭീരമാക്കുന്നത് ഞങ്ങൾ മാത്രം വിചാരിച്ചപ്പോഴല്ലോ, നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് ആർത്തുല്ലസിച്ച്, അറിയാലോ ഓരോ ദിവസവും സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നതിന് വലിയ ഭാഗ്യമായിട്ട് കരുതിയാക്കി മതി. നാളെ സന്തോഷിക്കാമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഈ കൂട്ടത്തിൽ നന്നായിട്ട് പ്രണയിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിക്കുക. 6 പേരാണ് ഇവിടെ ആകെ മൊത്തം ഈ പാലക്കാട് ജില്ലയിൽ പ്രണയിക്കുന്നവരുള്ളത്. നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ആളുമായിട്ട് നിങ്ങളെ ഞാനൊരു യാത്രയ്ക്ക് കൊണ്ടുപോവുകയാണ്. പണ്ടാണെങ്കിൽ ഞാൻ ചോദിക്കും, ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പോകാൻ ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് എല്ലാവരും പറയും കാശ്മീർ എന്ന് പറയും. നീ അങ്ങോട്ട് പോകുമല്ലോ എന്ന് നമുക്ക് അറിയത്തില്ല. പ്രത്യേകിച്ച് ഇപ്പൊ പോയ വെച്ച സമയമായിരിക്കും എന്റെ മുന്നേ. അപ്പോൾ ഇനി വെളിയിലോട്ടാണ് പോകുന്നതെങ്കിൽ എല്ലാം സമാധാനമായിട്ട് വരും. നമുക്കത് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടിയാണ് അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടി പോരാടുന്ന നമ്മുടെ സൈനികർക്ക് വേണ്ടി നമ്മൾ എന്താ പറയുക, അവർക്ക് ധൈര്യം കൊടുക്കുക, ശക്തി നൽകുക. നമ്മുടെ പ്രാർത്ഥന എല്ലാം ആവശ്യമുണ്ട്. ഓക്കെ, പക്ഷെ ഇതിന് വേറെ ഗുണമുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഐക്യം വരികയും നമ്മുടെ ഒരു സ്നേഹവും നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഞാനും ഇപ്പൊ ഇവിടുത്തെ ഒരു അന്തേവാസിയായി, ഇവിടുത്തെ ഒരു നാട്ടുകാരിയായി കുറച്ച് നേരത്തേക്ക് അങ്ങനെയാണ്. അത് മാത്രമല്ല, ഈ ഒരു പ്രോഗ്രാമിലൂടെ ഇനി അങ്ങോട്ടും യാക്കര എന്ന് പറയുമ്പോഴത്തേക്കും എന്റെ നാട് പോലെ എനിക്ക് ഭയങ്കര ഒരു സ്നേഹമുണ്ട്. ഒത്തിരി സന്തോഷം. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
ഒരു കഴിഞ്ഞ വർഷത്തെ പാട്ടാണ് ഇത്. ഓഫ് ചെയ്യില്ല. ഇതിങ്ങനെ വെച്ച് നമുക്ക് ഇങ്ങനെ സ്വിങ് ചെയ്ത് ഈ പാട്ട് തീരുന്നോടെ വരെ എന്നിട്ട് നിങ്ങൾ നല്ല സ്വപ്നങ്ങളിലോട്ട് നമ്മൾ പോവാം. ഞാൻ നിങ്ങളെ കൊണ്ടുപോകണം. റെഡി? നിങ്ങൾ ചുറ്റും നോക്കി എന്ത് രസമാണ്. സ്പെഷ്യൽ ഞാൻ കാണുന്നുണ്ട്. അങ്ങ് ബാക്കി ഇരിക്കുന്ന ഫോൺ പോലെ ഞാൻ കാണുന്നുണ്ട്. അയ്യോ താങ്ക് യു. നല്ല കാറ്റും ഈ വെളിച്ചവും. നമുക്കൊരു 2025 പാട്ടും കൂടെ കേട്ടാലോ? താങ്ക് യു ചേച്ചി. താങ്ക്സ് എല്ലാവർക്കും. എന്റെ ഈ വലതുവശക്കാർ മാത്രം ഒന്ന് വെച്ചെടുക്കും. വലതുപക്ഷം. അപ്പൊ പാലക്കാട് വലതുപക്ഷത്തിന്റെ ഒച്ച ഇതാണ്. ഇനി പാലക്കാട് ഇടതുപക്ഷത്തിന്റെ ഒച്ച ഒന്ന് കേൾക്കട്ടെ. ഇടതുപക്ഷമാണ് ഒച്ചയിൽ ഇടതുപക്ഷമാണ് ഒച്ചയിൽ ജയിച്ചിരിക്കുന്നത്. ഒരു 40-നും 80-നും ഇടയിൽ പ്രായമുള്ള കൊച്ചു പെമ്പിള്ളേരുണ്ടോ ഇവിടെ? നല്ല ഉഷാറായിട്ടുള്ള ചുറുചുറുക്കുള്ള. വേറൊന്നിനുമല്ല, ഒന്ന് ജസ്റ്റ് കൈ തരിക, പിന്നെ ഒന്ന് അടുത്ത് നിൽക്കുക, മുഖത്തോട് നോക്കി നിൽക്കുക, ഒരു സന്തോഷം പങ്കുവയ്ക്കുക. നാട്ടിൽ വന്ന് ആരെങ്കിലും കണ്ടെന്നോ? പ്രായപരിധിയുണ്ട് 40-നും 80-നും. നമ്മളൊക്കെ അങ്ങനെയാണ് വിചാരിക്കുന്നത്. 40 കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടെ ചെറുപ്പമാവുക എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. 40 കഴിഞ്ഞാൽ മാത്രം പ്രവേശനമുള്ളൂ. ബാക്കി വയസ്സായ ആൾക്കാർ ആരും വരണ്ട. കൊച്ചു പെൺകുട്ടികൾ മാത്രം വന്നാൽ മതി. വരൂ. ആണോ? അത് അങ്ങോട്ട് പോയി നിൽക്കുക. അടിപൊളി ചുറ്റുകാർ കേട്ടോ. ഓക്കെ. ഈ ഏറ്റവും പേരുണ്ട് അർച്ചന. അവിടെ പോയി അങ്ങോട്ട് നിന്നോ. ബാ. ഒരു സെൽഫി എടുത്ത് കൊടുത്തോട്ടെ? ഒരു 2 മിനിറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ പാസ് ചെയ്തിട്ട് നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഫോട്ടോ ഷെയർ ചെയ്തോണ്ടേ ഇരിക്കുക കേട്ടോ. താങ്ക് യു. എന്റെ മേക്കിംഗ് സൈഡിലെ പോയോ? വാ. അടുത്തൊരു ഗായകനെ ഞാൻ വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. സൈഡിൽ നിൽക്കുന്ന ആൾക്കാരും സൈഡിൽ നമസ്കാരം. അടുത്തായിട്ട് എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ടാവും തീർച്ചയായിട്ടും. ഫാസ്റ്റ് നമ്പർ മാത്രം ആസ്വദിക്കുന്നവരല്ല, മെലഡി മാത്രം ആസ്വദിക്കുന്നവരല്ല, എല്ലാ ടൈപ്പ് സ്വഭാവമുള്ള ആൾക്കാരും ഉള്ള പോലെ എല്ലാ പാട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ശരിയാണെങ്കിൽ കൈയടിച്ച് നോക്കിയേ. എവിടെയായിരുന്നു നേരത്തെ ഈ ഒച്ചയൊക്കെ? ഒരാളെ തോപ്പിക്കണം, മുട്ടുകുത്തിയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ പാടാത്ത ആളുകൾ പോലും പഠിക്കുന്നുണ്ട്. എല്ലാവരും ഉറങ്ങേ. സഹോദരിമാര് മാത്രം ഒച്ച വെച്ചെന്ന് കൈയടിച്ചേ. ഇത്ര ഒച്ച സഹോദരന്മാര് മാത്രം ഒന്ന് കൈയടിച്ച് ഒച്ച വെച്ചേ. സഹോദരിമാരെ നമ്മൾ കാണാൻ ശ്രമിച്ചാൽ നമ്മുടെ ഒച്ചയുടെ ആണെങ്കിലും ഇവർക്ക് ഒച്ച എടുക്കാൻ പറ്റില്ല.
മനോഹരമായ ഒരു പേരുമായിട്ട്. ആരെ നോക്കണം അറിയത്തില്ലാത്ത ഗ്ലാമർ. ഓക്കെ, അപ്പൊ എല്ലാവരോടും മനസ്സ് നിറഞ്ഞ ഉള്ളു നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. യാത്രയുടെ പാലക്കാട് എന്ന് പറയുമ്പോൾ തന്നെ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പൊ പാലക്കാടിന്റെ സ്റ്റേജ് യാത്രയുടെ സ്നേഹം കൊണ്ടാടി അണിയിച്ചുകൊണ്ട് ഒരു സ്നേഹ സമാനം. അപ്പൊ ഈ ഫോട്ടോ കഴിയുമ്പോ ഞാൻ ആരെയായിരിക്കും ഓർക്കേണ്ടത്? നിങ്ങൾ ഇത്രയും പേര് എല്ലാവരും ഓർക്കാൻ ഒരു മുഖം ഓർക്കാം. പേരെന്താ? ബിജുവിനെ ഞാൻ എന്ന് ഓർക്കും. അടിച്ചു മോനെ. എന്നെ കാണാൻ ഓടിയെത്തിയ നിങ്ങൾക്ക് എത്ര സ്നേഹത്തിനാണെങ്കിലും എൻ്റെ സ്നേഹത്തിന്റെ പൂച്ചെണ്ടുകൾ ഞാൻ വാരി വിതർന്നു. ഐ ലവ് യു ഉമ്മ ഉമ്മ ഉമ്മ. താങ്ക് യു സോ മച്ച്. അപ്പൊ എവിടെയെങ്കിലും വെച്ച് കാണാം. ഈ പ്രോഗ്രാം നിങ്ങൾ മനസ്സറിഞ്ഞ് ആസ്വദിച്ചുവെങ്കിൽ ഞങ്ങളൊരു കൈഡിയിലൂടെ അറിയിച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ കുറച്ച് പാട്ടുകൾ കൂടെ പാടി നമ്മളിതാ ചെയിൻ സോങ്സിലൂടെ അടിച്ച് പൊളിച്ചങ്ങ് നിർത്താൻ പോവുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്.